ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് കരൾ പെരട്ടാണ്. വീഡിയോയിലോട്ട് പോകും. നമുക്ക് പെരട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് എടുക്കുന്നത് നോക്കാം. തക്കാളി, സവാള, മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, മുളക് പൊടി, പിന്നെ കാഷ്നട്ട്. നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാവേ. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉരുളിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ശർക്കര എണ്ണ ഒഴിക്കാം. നമുക്ക് ഇനി കാഷ്നട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കത് വറുത്ത് കൊടുക്കാം. മാറ്റിയിട്ടാണ് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ആയിട്ടോടെ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ശകലവും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് വറുക്കണ്ടേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് ചൂടാണ്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടട്ടെ. അടുത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ. സവാള ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. സവാള നല്ലോണം വഴറ്റാം കേട്ടോ. നമുക്കിപ്പം സവാള ഹൈ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റാം. നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കിണ്ടി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ കിണ്ടി കൊടുത്താൽ മതി. ഇത് എളുപ്പമാകും. ശകലം നമ്മൾ കുറച്ച് ബ്രൗണിഷാണ് നമ്മൾ ഇത് മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ശകലം ഒന്ന് വഴട്ടെ. ശകലം വഴയിട്ടുണ്ട്. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാവേ. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വഴറ്റി ചേർക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പിടാം. എല്ലാത്തിനും കണക്കിനായിരുന്നു ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നമ്മൾക്ക് നല്ലോണം കിണ്ടി കൊടുക്കാം. നല്ല വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ വഴറ്റിയാൽ മതി. ശകലം വഴണ്ടിട്ടുണ്ടേ. നമുക്കിനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി അത് തക്കാളി കൂടെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാത്തിനും കൂടെ ആവശ്യത്തിനാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉപ്പ് എല്ലാത്തിനും പിടിച്ചോളും. ചെറുതായിട്ട് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ടേ. അപ്പം നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കിന്റെ പച്ചമണം മാറുന്നതോടെ നമുക്ക് അത് കൂടെ വഴറ്റി കൊടുക്കാം. മൊത്തത്തിലിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്ക് നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ വഴറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് വേഗം ആവും. ഇത് വഴണ്ട് വന്നിട്ടുണ്ടേ. നമുക്കിപ്പം തീ കുറച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. മല്ലിപ്പൊടി നമുക്ക് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി,
4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ചും കൂടി ഇട്ടുള്ളൂ 4 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടിയെ ശകലം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയെ നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ ഗരം മസാല നമ്മൾ ചേർത്ത് വെച്ചിരുന്ന ഗരം മസാല, മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകൂടെ നമുക്ക് നല്ലോണം ഒന്ന് ചേർത്ത് വെക്കാം. നല്ല രീതിയിൽ എല്ലായിടത്തും വരുന്ന രീതിയിൽ ചേർത്ത് വെക്കാം. എല്ലായിടത്തും പിടിക്കട്ടെ. അത് നല്ലോണം ആയിട്ടുണ്ട്, നല്ലോണം വഴണ്ടിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഇത്രയും മതിയാവും. നമുക്ക് കലക്കി നോക്കട്ടെ. ഓക്കെ, ചേർത്ത് വെച്ചിട്ടൊക്കെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാവേ. ലിവർ മാത്രമല്ല, അപ്പോൾ ഇതിൽ മാങ്ങയും കൂടി ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ലിവർ മാത്രമല്ല 2-3 മാങ്ങയും കൂടി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ലിവർ ഇട്ട് കൊടുക്കാവേ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല മൊത്തം നമ്മുടെ ലിവറിൽ പിടിക്കാൻ കണക്കിന് നമുക്ക് ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിൽ. നമുക്ക് ഇതിലോട്ട് കുറച്ച് ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ശകലം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ചിക്കൻ പൗഡർ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാവേ. ചിക്കൻ പൗഡർ എന്നിട്ട് ശകലം കുരുമുളക് പൊടി, നമുക്ക് ശകലം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും മസാല എത്താൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. നമുക്ക് ഒന്നും കൂടെ മൂടി കൊടുക്കാവേ. ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിനി നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാവേ. കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ശകലം ഗ്രേവി ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നമ്മളിപ്പോൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കരൾ പുരട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ചപ്പാത്തി എടുത്ത് കഴിച്ചു നോക്കാം. ചപ്പാത്തിയും പുരട്ടി കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല എരിവൊക്കെ ആയിട്ട് നല്ല രുചിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.